ഹായ് ഗായ്സ്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതെ, ഇപ്പം വലിയ കൃഷിയൊന്നും ഇല്ലല്ലോ. ഇപ്പം മഴയൊക്കെ തോർന്ന് വരുന്നതല്ലേ ഉള്ളൂ. അന്നേരം ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയില്ല. അന്നേരം ഇതിൻ്റെ കറിവേപ്പിൻ്റെ ചോടൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നു. അന്നേരം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കണ്ടു. കഴിഞ്ഞ മഴയത്തെ ഒക്കെ വെള്ളം അടി കാണുമായിരിക്കും മണ്ണിൻ്റെ അടി. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് ഇച്ചിരി വെള്ളം ഒക്കെ നനച്ച് കൊടുക്കാമെന്ന് ഓർത്തു. കണ്ടോ, കറിവേപ്പ് നല്ലതായിട്ടാണ് ഇപ്പം വരുന്നത്. കണ്ടോ, നല്ല പൊട്ടിക്കിളിപ്പും ഒക്കെ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. കണ്ടോ, ഇപ്പം നല്ല സൂപ്പറായിട്ടാണ് കറിവേപ്പൊക്കെ വരുന്നത്. കണ്ടോ, നല്ല ആരോഗ്യത്തോടെ വരുന്നത്. കണ്ടോ, അന്നേരം ഇനിയിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കണം. വളം ഇട്ട് കൊടുക്കാൻ സമയമായി. ഒന്നും ഞാൻ ഇട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അരിയുന്നതിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ നല്ല വെള്ളക്കാന്താരിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇതിന് തക്കാളി വഴുതനയുടെ തൈയാണ് നട്ടതാണ് ഞാൻ. പിന്നെ പച്ചമുളകിൻ്റെ ഉണ്ടോ ശരിയായി വരുന്നുണ്ട്. കുറച്ചും കൂടി ഇഞ്ചിയുണ്ട്. രണ്ട് മൂന്ന് ചേന ഇപ്പുണ്ട്. 2 ചേന അവിടെ. കപ്പയുടെ ഒക്കെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആയി വരണം. കണ്ടോ, കപ്പയൊക്കെ ഞാൻ ഇട്ടിട്ടൊക്കെ ഉണ്ട്. കണ്ടോ, സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ഇതായിട്ട് അടുപ്പിച്ചടുപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് വേറൊരു മൂട് ചേന. ഇത് ഓണത്തിന് ഇനി കളച്ചെടുക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്യാനിരിക്കുക. ഓണമൊക്കെ അടുക്കാറായല്ലോ. ഈ ചെറിയ കൃഷി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അന്നേരം ഓക്കെ, ബൈ.